പ്രത്യേകിച്ച് കാര്യപരിപാടികളൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇങ്ങനെ വിദൂരതയിൽ നോക്കിയിരിക്കുന്നുണ്ട്. കുറേ നേരം നോക്കിയിരുന്നപ്പോഴേ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് വീഡിയോ എടുക്കുവാണല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ചാടി എണീക്കുന്നത് തന്നെ. അങ്ങനെ ഞാൻ സാവധാനം ഇങ്ങനെ നടന്നൊക്കെ വന്ന് പല്ലൊക്കെ സാവധാനം ഇങ്ങനെ തേക്കുന്നുണ്ട്. അങ്ങനെ പല്ലൊക്കെ തേച്ച് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ എന്താ ചെയ്ത് ആദ്യം തന്നെ അതൊന്ന് വൃത്തിയാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ച് അവിടെ കിടന്ന സാധനങ്ങളും എല്ലാം മാറ്റി. ഈ മഴയൊക്കെ കാരണം കുഞ്ഞിൻ്റെ തുണി അവിടെ ഇവിടേക്കായിട്ട് വിരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ എനിക്ക് വേണ്ടി ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ചായയുടെ കൂടെ ഇന്ന് സ്പെഷ്യലായിട്ട് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് തക്കാളി മുറുക്ക്. അതുകൊണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും ചായയൊക്കെ കുറേ നേരം ടൈം എടുത്തിട്ടാണ് ഇത് രണ്ടും ഞാൻ കുടിച്ച് തീർത്തത്. വേറെ ചെയ്യാനായിട്ട് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം നമ്മുടെ തെരണ്ടി മീൻ അച്ഛൻ ഭയങ്കര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും അവർ രണ്ടുപേരും അടുക്കളയിൽ കയറി. അപ്പോൾ പിന്നെ എനിക്ക് വേറെ അടുക്കളയിലും പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ എനിക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും അതേപോലെ തന്നെ അതിൻ്റെ കണ്ണൊന്നും എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് കണ്ണൊന്നും കാണാത്തോണ്ട് കണ്ണൊക്കെ തൊട്ട് കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഇത്രയുണ്ടെന്നും പറഞ്ഞിട്ട് 2 ഭാഗം എടുത്ത് വെച്ച് തന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ തെരണ്ടി വെച്ചിട്ടുള്ള മീൻ കറിയായിരുന്നു. അച്ഛനായിരുന്നു സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ അതെല്ലാം കണ്ട് അവിടുത്തെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് കൊച്ച് ഉറങ്ങാനുള്ള യുദ്ധം തുടങ്ങി. അങ്ങനെ അവനെ ഉറക്കി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അമ്മയുടെ അച്ഛൻ്റെ റൂം കണ്ടപ്പോഴത്തേക്ക് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പം ക്ലീനിങ് എൻ്റെ ഒരു ഹോബി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കാതെ ഞാൻ കരുതി ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടുക്കി ഒതുക്കിയൊക്കെ കൊടുക്കാമെന്ന്. അപ്പം ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച റൂം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് 2 കട്ടിലേലും ബ്ലൂ കളർ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ വേറൊന്നും ചെയ്തില്ല. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടുക്കി പറക്കി തൂത്ത് ഒന്ന് തുടച്ച് സെറ്റാക്കി കൊടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലാത്തൊരു നോർമൽ ഡേ ആയിരുന്നു. അപ്പം എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു വ്ളോഗ് എടുത്ത്. അപ്പം